കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത്. എന്നാൽ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഈ കുഞ്ഞു ചാനലിന് ഇപ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സ് ആയി. എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ അടുത്തും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നമുക്ക് ഇതേപോലെ തന്നെ വരും ക്ലാസ്സിലും പഠിച്ചു പോകാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളത്തിലെ കാണാക്കാഴ്ചകൾ എന്ന പാഠമാണല്ലോ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ കൃഷിമാഷ് എന്ന പാഠവും അതിലെ ചില പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പാഠപുസ്തകത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ, കാർഷിക ഉപകരണ പതിപ്പ് എന്നിവ തയ്യാറാക്കാം. പഴയകാല കാർഷിക ഉപകരണങ്ങൾ പതിപ്പ് തയ്യാറാക്കാം. കലപ്പ. കൃഷിയിൽ വിത്ത് വിതയ്ക്കുന്നതിനോ നടീലിനോ മുൻപായി മണ്ണ് ഇളക്കി മറിച്ച് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കലപ്പ. കലപ്പ ഉപയോഗിച്ച് മണ്ണ് ഇളക്കി മറിക്കുന്ന പ്രക്രിയയെ ഉഴവ് അല്ലെങ്കിൽ ചാലുകീറൽ എന്ന് പറയുന്നു. കാളകളെ കെട്ടിയും കലപ്പ ഉപയോഗിക്കാറുണ്ട്. നുകം. വയൽ ഉഴുതുമറിക്കാൻ കന്നുകാലികളെ തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഉപയോഗിച്ചിരുന്നു. തൂമ്പ അല്ലെങ്കിൽ കൈക്കോട്ട്. മണ്ണിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തൂമ്പ. ചതുരത്തിലുള്ള ഉറപ്പേറിയ ഉരുക്ക് പാളിയാണ് തൂമ്പയുടെ പ്രധാന ഭാഗം. ചില സ്ഥലങ്ങളിൽ ഇതിനെ മൺവെട്ടി എന്നും പറയാറുണ്ട്. ജലചക്രം. പണ്ടുകാലത്ത് ജലസേചന ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ജലചക്രം. തനിയെ പ്രവർത്തിപ്പിക്കാവുന്ന ഈ ഉപകരണം ഉപയോഗിച്ച് ചവിട്ടിയാണ് കൃഷിയിടത്തേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. ഏത്തക്കൊട്ട അഥവാ തേവുകൊട്ട. ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്തക്കൊട്ട. ആഴമുള്ള ജലസ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അരിവാൾ. ഒരു തരം വളഞ്ഞ കത്തിയാണ് അരിവാൾ. കൊയ്ത്തിനും കാടുകൾ വെട്ടിത്തെളിക്കാനും ഉപയോഗിക്കുന്നു. വിത്തുകൂട്ടി. നിരന്നു കിടക്കുന്ന നെല്ല് വലിച്ചു കൂട്ടാൻ ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള ഉപകരണം. പറ. ധാന്യങ്ങൾ അളക്കുന്നതിന് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന അളവു പാത്രമാണ് പറ. എന്നാൽ ഇതിലുപരിയായി കൃഷിസ്ഥലങ്ങളുടെ അളവ് വരെ പറക്കണക്കിൽ പറയാറുണ്ട്. 10 പറ കണ്ടം എന്ന് പറയുന്നത് 10 പറ വിത്ത് വിതയ്ക്കാൻ വേണ്ട സ്ഥലമാണ്. പത്തായം. മുൻകാലങ്ങളിൽ ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന സംഭരണിയാണ് പത്തായം. ഇനി നമുക്ക് ചില പുതിയ കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടാം. ട്രാക്ടർ, വാട്ടർ പമ്പ്, കൊയ്ത്ത് യന്ത്രം. ഇതിൽ കലപ്പയ്ക്ക് പകരമാണ് ട്രാക്ടർ ഉപയോഗിക്കുന്നത്. ജലചക്രത്തിന് പകരമാണ് വാട്ടർ പമ്പ് ഉപയോഗിക്കുന്നത്. അരിവാളിന് പകരമാണ് കൊയ്ത്ത് യന്ത്രം ഉപയോഗിക്കുന്നത്. വായിക്കൂ, കണ്ടെത്തൂ. ഒരു അധ്യാപകന് ചേർന്ന മട്ടിലേ അല്ല അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം. ടോട്ടോച്ചാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താകും? ഒരു അധ്യാപകന് ചേർന്ന മട്ടിലേ അല്ല അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. ബനിയനു മുകളിൽ മുഷിഞ്ഞ മുറിക്കയ്യൻ ഷർട്ട്, ടൈയുടെ സ്ഥാനത്ത് കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുന്ന ഒരു തോർത്ത്, കാലിനോട് പറ്റിച്ചേർന്ന നരയൻ നീല ട്രൗസർ അവിടെ ഇവിടെയായി കീറിയിട്ടുണ്ട്. ഷൂസിന് പകരം അദ്ദേഹം ധരിച്ചിരുന്നത് പണിക്കാരുടേതുപോലെ അടിവശത്ത് റബ്ബർ പതിപ്പിച്ച ഇടുങ്ങിയ നാടൻ കാലുറകളാണ്. തലയിൽ തീർത്തും പഴകിപ്പൊളിഞ്ഞ ഒരു വൈക്കോൽ തൊപ്പിയും. കൊബയാഷി മാസ്റ്റർ എന്തുകൊണ്ടായിരിക്കാം ഒരു കൃഷിക്കാരനെ തന്നെ സ്കൂളിൽ അധ്യാപകനായി കൊണ്ടുവന്നത്?
ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപന യോഗ്യതകൾ ഉണ്ടായേ മതിയാവൂ. പക്ഷേ കൊബയാഷി മാസ്റ്റർ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് തല പുണ്ണാക്കാറില്ല. കാര്യങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം എന്ന് അദ്ദേഹം കരുതി. റൊട്ടി ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാൻ ഒരു റൊട്ടിക്കാരനെ കഴിയൂ. അതുപോലെ കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഒരു കൃഷിക്കാരന് മാത്രമേ കഴിയൂ എന്ന് കൊബയാഷി മാസ്റ്റർ കരുതി. അതുകൊണ്ടാണ് അദ്ദേഹം കുട്ടികളെ കൃഷി പഠിപ്പിക്കാൻ ഒരു കൃഷിക്കാരനെ തന്നെ അധ്യാപകനായി കൊണ്ടുവന്നത്. ഒരു കൃഷി അധ്യാപകൻ എന്ന നിലയിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾ കൃഷിമാഷിൽ കണ്ടെത്തിയത്? കൃഷിമാഷ് അധ്വാനശീലനാണ് എന്ന് അദ്ദേഹത്തിന്റെ രൂപം കണ്ടാൽ അറിയാം. വെയിലേറ്റ് കരിവാളിച്ച് ചുളിവുകൾ വീണ മുഖം, തഴമ്പു വീണ കൈകൾ. താൻ മാഷൊന്നുമല്ല, വെറും ഒരു കൃഷിക്കാരൻ ആണെന്ന് എളിമയോടെ പറഞ്ഞുവെങ്കിലും കൃഷിയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ കൃഷിമാഷ് കുട്ടികൾക്ക് മികച്ച അധ്യാപകനെ പോലെ പറഞ്ഞുകൊടുത്തു. കളപറിക്കൽ, നിലം കിളച്ചു മറിക്കൽ, ഉഴവുചാലുകൾ നിർമ്മിക്കുന്ന രീതി, രാസവളം തളിക്കേണ്ട രീതി തുടങ്ങി പാടത്ത് കൃഷി ചെയ്യുന്നതിന് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ക്രമത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. ഒപ്പം ചെയ്തു കാണിക്കുകയും ചെയ്തു. പാടത്തുള്ള ജീവികളോട് ദയയോടെ പെരുമാറണമെന്ന് കൃഷിമാഷ് കുട്ടികളെ പഠിപ്പിച്ചു. കീടങ്ങളെക്കുറിച്ചും പക്ഷികളെയും പൂമ്പാറ്റകളെയും കുറിച്ചും കാലാവസ്ഥ ഭേദങ്ങളെക്കുറിച്ചും എല്ലാം കൃഷിമാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം അദ്ദേഹം സ്വന്തം അനുഭവത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളായിരുന്നു. താഴെ നൽകിയ വരികളിലെ ആശയം എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്താം? സംസാരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം കളപറിക്കൽ നിർത്തിയില്ല. കൃഷിമാഷ് ജോലികൾ ചെയ്തുകൊണ്ടാണ് കൃഷിയെക്കുറിച്ച് കുട്ടികളോട് വിവരിക്കുന്നത്. സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം ജോലി നിർത്തുന്നില്ല. സംസാരത്തേക്കാൾ പ്രധാനം ജോലിയാണെന്ന് ഇതിലൂടെ അദ്ദേഹം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നാൽ അതൊന്നും ചെയ്യില്ല. പാടത്ത് പാമ്പിനെ കണ്ട് കുട്ടികൾ പേടിച്ചപ്പോൾ പാമ്പിനെ പേടിക്കേണ്ടതില്ലെന്നും അങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നാൽ അവ നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന് കൃഷിമാഷ് പറയുന്നു. ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളെ കുറിച്ചുള്ള കൃഷിമാഷിന്റെ തിരിച്ചറിവും ദയയും സ്നേഹവുമാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. കൃഷിമാഷ് ഒരു നല്ല അധ്യാപകനായിരുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. നല്ല കൃഷിക്കാരൻ മാത്രമല്ല, മികച്ച അധ്യാപകനുമായിരുന്നു കൃഷിമാഷ്. കൃഷിക്കായി നിലം ഒരുക്കുന്നത്, കള പറിക്കുന്നത്, ഉഴവുചാലുകൾ നിർമ്മിക്കുന്ന രീതി, രാസവളം തളിക്കേണ്ട രീതി തുടങ്ങി പാടത്ത് കൃഷി ചെയ്യുന്നതിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ക്രമത്തിൽ വിശദീകരിച്ചു. ഒപ്പം അവയെല്ലാം ചെയ്തു കാണിക്കുകയും ചെയ്തു. ഇതുകൂടാതെ കീടങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും പൂമ്പാറ്റകളെക്കുറിച്ചും കാലാവസ്ഥാ ഭേദങ്ങളെക്കുറിച്ചും സ്വന്തം അനുഭവത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പാഠപുസ്തകങ്ങൾക്കും അപ്പുറത്ത് പ്രകൃതിയിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്ന വിലപ്പെട്ട അറിവാണ് കൃഷിമാഷിൽ നിന്ന് കുട്ടികൾ നേടിയത്. ലഘു ഉപന്യാസം തയ്യാറാക്കുക. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. സ്വപ്നം കാണുന്നതെന്തും സ്വന്തമാക്കാൻ മനുഷ്യന് കരുത്തുണ്ട് എന്ന സന്ദേശമാണല്ലോ ഈ വരികളിൽ നിന്നും ലഭിക്കുന്നത്. അനന്തവിഹായസിലേക്ക് കൃഷിമാഷ്, ഭൂമി സനാഥയാണ് എന്നീ പാഠഭാഗങ്ങളിലെ ആശയങ്ങൾ ഉൾപ്പെടുത്തി ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. കഠിനമായി പരിശ്രമിച്ചാൽ ആഗ്രഹിക്കുന്ന എന്തും നേടാൻ സാധിക്കും വിധം വലിയ കൈകൾ നൽകിയാണ് മനുഷ്യനെ ഈശ്വരൻ ഭൂമിയിലേക്ക് അയച്ചത് എന്നാണ്
ഈ വരികളുടെ അർത്ഥം. സ്വപ്നം കാണുന്നത് എന്തും സ്വന്തമാക്കാൻ മനുഷ്യന് കരുത്തുണ്ട്. അനന്തവിഹായസിലേക്ക്, കൃഷിമാഷ്, ഭൂമി സനാഥയാണ് എന്നീ പാഠഭാഗങ്ങൾ ഇതേ ആശയം തന്നെയാണ് പറയുന്നത്. ശാസ്ത്രത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ബഹിരാകാശത്ത് ആദ്യമായി കടന്നു ചെന്ന മനുഷ്യന്റെ അനുഭവത്തെക്കുറിച്ചുമാണ് അനന്തവിഹായസിലേക്ക് എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഭൂമി സനാഥയാണ് എന്ന കവിതയിൽ മനുഷ്യൻ തന്റെ അധ്വാനം കൊണ്ട് ഭൂമിയിൽ സ്വർഗതുല്യമായ പുരോഗതി കൈവരിച്ചതിനെ കുറിച്ചും പഠിച്ചു. അധ്വാനത്തിന്റെ മഹത്വം തന്നെയാണ് കൃഷിമാഷും പറയുന്നത്. കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രമല്ല, സ്വന്തം അനുഭവങ്ങളിലൂടെയാണ് നാം പഠിക്കുന്നത് എന്ന തത്വവും കൃഷിമാഷ് എന്ന പാഠത്തിലൂടെ മനസ്സിലാക്കി. ഇങ്ങനെ ശാസ്ത്രം, കല, സാഹിത്യം, കൃഷി, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിൽ മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങളും അധ്വാനവുമാണ് നമ്മുടെ ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് എന്നാണ് ഈ പാഠഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൃഷിമാഷ് എന്ന പാഠവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഇതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമാ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.